ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൊറ്ററ്റോ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതിൽ ഞാൻ ഒരു ഗ്രാമർ ടോപ്പിക്കും പിന്നെ വൊക്കാബുലറി അവസാനം ഒരു എക്സസൈസുമാണ് തരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണൂ. ആദ്യത്തെ വാക്ക് ടു ഗ്രോ പൊറ്ററ്റോസ്. ഗ്രോ വളർത്തുക. ടു പീൽ പൊറ്ററ്റോസ്. തൊലി കളയുന്നതിനാണ് പീൽ എന്ന് പറയുന്നത്. ടു ബോയിൽ പൊറ്ററ്റോസ്. ഉരുളക്കിഴങ്ങ് വേവിക്കുക. ടു സ്ലൈസ് പൊറ്ററ്റോസ്. ഉരുളക്കിഴങ്ങിനെ സ്ലൈസ് ചെയ്യുക, കനം കുറച്ച് അരിയുക. ടു മേക്ക് ചിപ്സ്. ചിപ്സ് ഉണ്ടാക്കുക. ഇനി നമുക്ക് ഈ വാക്കുകൾ വെച്ച് സെൻറ്റൻസുകളിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് നോക്കാം. My grandfather grows potatoes in his garden. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നു. My grandmother uses these potatoes to make chips. ഈ ഉരുളക്കിഴങ്ങ് എൻ്റെ അമ്മൂമ്മ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. At first she peels potatoes. ആദ്യം അമ്മാമ്മ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളയുന്നു. ആഫ്റ്റർ പീലിംഗ് ഷി ബോയിൽസ് ദി പീൽഡ് പൊറ്ററ്റോസ്. തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങുകളെ പിന്നീട് അവർ വേവിക്കുന്നു. വേവിച്ചതിന് ശേഷം ആഫ്റ്റർ ബോയിലിംഗ് ഷി സ്ലൈസസ് ദ ബോയിൽഡ് പൊറ്ററ്റോസ്. വേവിച്ചതിന് ശേഷം അവർ വേവിച്ച ഉരുളക്കിഴങ്ങ് നുറുക്കുന്നു. ഇവിടെയാണ് ഗ്രാമറിൻ്റെ ഒരു ടോപ്പിക് വരുന്നത്. ആഫ്റ്റർ പീലിംഗ്, അപ്പോൾ ആഫ്റ്റർ പ്ലസ് വേർബ് പ്ലസ് ing. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ ഒരു വെർബിന് ശേഷം, അതായത് ആഫ്റ്റർ പീലിംഗ് തൊലി കളഞ്ഞതിന് ശേഷം, ആഫ്റ്റർ ബോയിലിംഗ് വേവിച്ചതിന് ശേഷം എന്ന് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇവിടെ വേർബ് പ്ലസ് ed. പീൽഡ് പൊറ്ററ്റോസ് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ്, ബോയിൽഡ് പൊറ്ററ്റോസ് വേവിച്ച ഉരുളക്കിഴങ്ങ് എന്നർത്ഥം വരാം. ഇനിയും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആഫ്റ്റർ സ്ലൈസിങ് ഷി ഫ്രൈസ് ദ സ്ലൈസ്ഡ് പൊറ്ററ്റോസ്. നുറുക്കിയതിന് ശേഷം അവർ നുറുക്കിയ ഉരുളക്കിഴങ്ങ് വറക്കുന്നു. ആഫ്റ്റർ ഫ്രൈയിങ് ഷി സ്ട്രെയിൻസ് ദ ഫ്രൈഡ് പൊറ്ററ്റോസ് ഇൻ ടു എ ബൗൾ. വറുത്തതിന് ശേഷം അവർ വറുത്ത ഉരുളക്കിഴങ്ങിനെ ഒരു ബൗളിലേക്ക് അരിച്ചു മാറ്റുന്നു. അറ്റ് ലാസ്റ്റ് ഷി സ്പ്രിങ്കിൾസ് സോൾട്ട് ആൻഡ് മിക്സസ് വെൽ. അവസാനം അവർ ഉപ്പ് തൂവുകയും നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. ഷി സെർവ്സ് ദ പ്ലേറ്റ് ഓഫ് ഹോട്ട് പൊറ്ററ്റോ ചിപ്സ്. അവർ ചൂടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ് സെർവ് ചെയ്യുന്നു, വിളമ്പുന്നു എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഒരു എക്സസൈസ് നമുക്ക് നോക്കാം. എക്സസൈസിൽ ഈ തന്നിരിക്കുന്ന 2 സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് കമൻറ്റിൽ പറയൂ. വേവിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായി കുഴയ്ക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടു മാഷ് പൊറ്ററ്റോസ്. കുഴച്ച ഉരുളക്കിഴങ്ങ് നന്നായി മസാല ചേർക്കൂ ടു മിക്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, വേണ്ടവർക്ക് ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.